എബ്രായ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചോളം അവർ 12 വയസ്സ് വരെ തിരുവചനം മാത്രമേ പഠിക്കുന്നുള്ളൂ. ആദ്യത്തെ 6 പുസ്തകങ്ങൾ, അവരുടെ തോറ എന്ന് പറയുന്ന 6 പുസ്തകങ്ങൾ മാത്രമേ. അവർ കംപ്ലീറ്റ് ബൈ ഹാർട്ടാണ്, നമ്മളെപ്പോലെ അല്ല. അവർ കംപ്ലീറ്റ് കാണാതെ പഠിക്കുകയാണ്. അപ്പോൾ അവരുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനം എന്ന് വെച്ചാൽ ദൈവമാണ്. അവർക്കൊരു വിലാപം അതിലുണ്ട്. പണ്ടത്തെ ഇസ്രായേൽ അന്നത്തെ യഹൂദ ദേവാലയത്തിൻ്റെ ഒരു മതിൽ നമുക്ക് അവിടെ മിച്ചമുണ്ട്. അപ്പോൾ ആ മതിലിൻ്റെ അടുത്ത് പോയിട്ട് അവർ ബൈബിൾ വായിക്കുന്ന കേട്ടാൽ ഞെട്ടിപ്പോവും. ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി, ഞാൻ അവിടെ പോയി കണ്ടു. അപ്പോൾ അവരിങ്ങനെ ബൈബിൾ തുറന്നു വെച്ചിട്ട് ഒരുപാട് പേരുണ്ട്, എല്ലാം ആണുങ്ങളാണ് കൂടുതൽ വരുന്നത്, പെണ്ണുങ്ങളവിടെ പ്രവേശനമില്ല അവർക്ക്. അവരിങ്ങനെ ഉറച്ച് ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൂരെ നോക്കുമ്പോൾ ഒരു തേനീച്ച കൂട്ട് നമ്മളെ ഇളക്കി വിട്ട് കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഒരു മുഴക്കം കേൾക്കത്തില്ലേ, അറിയാമല്ലോ. അതുപോലെ അക്ഷരം അവർ എബ്രായ ഭാഷയിലാണ് വായിക്കുന്നത്, എനിക്ക് മനസ്സിലായില്ല. പക്ഷേ എല്ലാം കൂടെ ഒരു മുഴക്കം. അത് 24 hours-ആണ്, 365 ദിവസവും. വേറെ ഒരു ഇതുമില്ല. കുറച്ച് പേര് വരുമ്പം കുറച്ച് പേര് പോവും, കുറച്ച് പേര് വരും. എപ്പോഴും സ്ഥിരമായിട്ട് വചനം അവിടെ വായിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു യഹൂദ സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ആ ഗർഭസ്ഥ ശിശുവിൻ്റെ അടുത്തിരുന്ന് തിരുവചനം വായിക്കുക. ഇപ്പം സയൻസ് പ്രൂവ് ചെയ്തിട്ടുണ്ട്, ഒരു സ്ത്രീയുടെ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞിന് ഈ വെളിയിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങൾക്കും കേൾക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് യഹൂദന്മാർ ഇന്ന് ഏറ്റവും ടോപ്പാണ് എല്ലാ തലത്തിലും, ആത്മീയമായും ഭൗതികമായിട്ടും എല്ലാ തരത്തിലും. എവിടെ ചെന്നാലും യഹൂദനെ ജയിക്കാൻ ആരുമില്ല. നമ്മുടെ ഗൂഗിൾ ആകട്ടെ, സ്പെൻസർ, അങ്ങനെയുള്ള ഒരുപാട് എല്ലാ ടോപ്പ് ലെവൽ കാര്യങ്ങളും, വാട്സാപ്പ്, എല്ലാം യഹൂദന്മാരാണ് കണ്ടുപിടിച്ചത്. അപ്പം കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ചിന്തകളിൽ ഏറ്റവും കൂടുതൽ തിരുവചനം ഉൾപ്പെടുത്തി. മനസ്സിലായോ നിങ്ങൾക്ക്? ഏറ്റവും കൂടുതൽ നമ്മൾ എന്ത് ചിന്തിക്കുമോ അതായിരിക്കും നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാനം. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും ദൈവിക ചിന്തകൾ ഏറ്റവും കൂടുതൽ കൊണ്ടുവരണം. ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും? ദൈവിക ചിന്തകൾ മാത്രമേ നമുക്ക് വരത്തുള്ളൂ. നമുക്കൊരു തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ തന്നെ ബാക്കിൽ നിന്ന് ഒരു വോയിസ്, ഒരു ഫീബിളായിട്ടുള്ള വോയിസ്, വളരെ മൃദുവായിട്ടുള്ള വോയിസ് വേണം, ചെയ്യാൻ പാടില്ല എന്ന്. അപ്പം നമ്മൾ അതൊക്കെ മാറും. ആ വോയിസ് കേൾക്കണമെങ്കിൽ നമ്മൾ ദൈവിക ചിന്തകളിൽ ആയിരിക്കണം.